സെപ്പറേറ്റ് ആണ്. കേൾക്കാം, അടുത്തത് കേൾക്കാം. ഓക്കെ, ഞാൻ അടിമയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുത്. എന്തോ ഞാൻ അടിമയായിട്ട് തന്നെ വച്ചിരിക്കുന്നു എന്ന് കരുത്. ജന്മണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ തിരിച്ചു, എനിക്കും പറ്റത്തില്ല. അയ്യോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജന്മണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അത് സൂര്യനിൽ നിന്ന് കന്യകയായ പെൺകുട്ടികൾക്ക് ഗർഭമുണ്ടാകുമെന്ന് അത് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ ഇയാളെ സൈക്കോ എന്നല്ലാതെ തലയ്ക്ക് വെളിവുള്ളവർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇടേ, ഇതൊക്കെ നടന്നോ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. യാതൊരു മുഖവരിയുടെ ആവശ്യമില്ല വിജയ് മാധവനെ കുറിച്ച് പറയാൻ. അദ്ദേഹം ഐഡിയ സ്റ്റാർസിംഗിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം റീസെൻ്റ്ലി ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദങ്ങൾ നിരന്തരമായി സ്വന്തം കാര്യങ്ങളിൽ തന്നെയുള്ള വിവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണ്. ആ വ്യക്തി സമൂഹത്തിലേക്ക് കൊടുക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പങ്കാളിയും വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പലതും സമൂഹത്തിന് അതിൻ്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും നമ്മളെല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഓരോ വ്യക്തിക്കും വ്യക്തി താല്പര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് കാരണം ഭരണഘടന കൊടുക്കുന്നതാണ്, നമ്മളതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ, അതിനകത്ത് വന്നിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ കേൾക്കണം. അതിനകത്തൊരു പ്രസക്തമായൊരു പോയിന്റ്, അത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾ കേട്ടു നോക്കൂ. ഞാനിപ്പോൾ വിജയ് മാധവ് എൻ്റെ വീഡിയോസ് കാണുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും താങ്കളോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഞാനത് ആദ്യം പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്കത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാൻ നേരിട്ട്. അദ്ദേഹം മറുപടി ഒന്നും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇനി എന്തായാലും ഇന്റർവ്യൂവിന് ഒരു അടിസ്ഥാനപരമായിട്ട് കോൺട്രവേഴ്സി വേണ്ടി വരും. ഞാൻ കമന്റ് നോക്കാത്തൊരു ആളാണ് ഞാൻ. ഒന്ന്, മാഷിന സൈക്കോ 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 എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ട്, നിങ്ങൾ സെപ്പറേറ്റ് ആണ്. ഈ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയും തമ്മിൽ സെപ്പറേറ്റഡ് ആവണം എന്നുള്ളത്, അതോടൊപ്പം തന്നെ സൈക്കോ എന്നുള്ള വിളിയും. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ദിവസത്തിന് മുമ്പ് ഉള്ളൊരു വീഡിയോ, കുറച്ച് നാളിന് മുമ്പുള്ളൊരു വീഡിയോ എനിക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ സൈക്കോ വിളിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഇപ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ഒരാളെ സൈക്കോ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അറിയാതെ, ഇവർക്ക് ചില ടാക്ടിക്സ് ഒക്കെ ആയിരിക്കും ഈ സോഷ്യൽ മീഡിയക്കകത്ത് അതിനകത്ത് റീച്ച് നേടാനുള്ള പലതരം ടാക്ടിക്സ് പലരും യൂസ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ വളരെ അയ്യോഭാവത്തിനെ പോലെ നിൽക്കും, ചിലർക്കാണെങ്കിൽ ഭയങ്കര കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത പാവങ്ങളെ പോലെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചൊക്കെ പെരുമാറും. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാ സംവിധാനങ്ങളായി 3-4 കാറുമായിട്ട് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിൽ നടുവിരൽ കാണിക്കും. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇങ്ങനെ കുറേ അധികം ലിസ്റ്റുകൾ ഇങ്ങനെ പോകും. ഓക്കെ, പലരും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇവരുടെ സംഭവത്തിൻ്റെ അകത്താണെങ്കിൽ അദ്ദേഹം കാണിക്കുന്നത്, അതായത് ഞാൻ കണ്ടൊരു വീഡിയോ പറഞ്ഞുതരാം. 2 കുട്ടികൾ 2 സൈഡിൽ നിന്ന് കരയുന്നു, ഉച്ചത്തിൽ കരയുന്നു. ആ വീഡിയോ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്തേനെ, എഡിറ്റിംഗ് സമയത്ത് കിട്ടുവാണെങ്കിൽ ഇട്ടേക്കാം. കരയുന്നു, അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് അയച്ചെന്ന ആൾ ഈ പർട്ടിക്കുലർ വേർഡാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇതെന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് 2 കുട്ടികളുള്ള ആളാണ്. എൻ്റെ കുട്ടികൾ കരയുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട്, ഇപ്പോൾ ഞാനാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഓടിപ്പോയിട്ട് ആ കരച്ചിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കും. പക്ഷേ ഇദ്ദേഹം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല, അതിങ്ങനെ കണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അത് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല ആ വീഡിയോ. ഇനി സെപ്പറേറ്റഡിൻ്റെ കാര്യം പുള്ളിക്കാരി പറയുന്നു. ഞാൻ പറയുന്നത് സെപ്പറേറ്റഡും ഒത്തുജീവിതവും എല്ലാം അവരവരുടെ ഇഷ്ടം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സെപ്പറേറ്റഡ് ആവുന്നൊരു കാര്യം നിങ്ങൾ ചിന്തിക്കാത്തടത്തോളം കാലം സമൂഹം അത് പറയുന്നതിന് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യമാണ്. സമൂഹം ചിന്തിക്കുന്ന കാര്യം അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹം രണ്ടാമത് പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ഞാൻ അടിമയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് കേൾക്കാം, അടുത്തത് കേൾക്കാം. ഓക്കെ, ഞാൻ അടിമയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുത്. എന്തോ ഞാൻ അടിമയായിട്ട് തന്നെ വച്ചിരിക്കുന്നു എന്ന് കരുത്. എന്തൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഇത്. ഞാൻ അടിമയാക്കി വച്ചിരിക്കുന്നു എന്ന് തന്നെ കരുത് എന്ന് പറയുന്നത്, ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ശിഷ്ടകാലം, അവരുടെ യൗവനത്തിൽ അവരുടെ വിവാഹം, ആ വൈവാഹിക ജീവിതത്തിൻ്റെ അകത്തൊരു പങ്കാളിയായിട്ട് മറ്റൊരു വ്യക്തിയോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോൾ അതിനകത്ത് കുട്ടികളുണ്ടാവാം, മറ്റുള്ള പലതരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളുണ്ടാവാം, ചിലപ്പോൾ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പം പബ്ലിസിറ്റി ഉണ്ടാവാം, ഫെയിം ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. എങ്കിലും അദ്ദേഹം പറയുകയാണ്, അടിമയായിട്ട് വച്ചിരിക്കുകയാണെങ്കിലും എന്ന് പറയാൻ ആരാണ് അധികാരം തന്നിട്ടുള്ളത്? ഈ സമൂഹത്തിൽ അടിമത്തം നിലനിൽക്കുന്നില്ല. ഇത് 2025 അടിമത്തം ഇല്ലാത്ത നാട്ടിൽ അടിമയാക്കി വച്ചിരിക്കുന്നു എന്ന് ആരോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ആരൊക്കെയോ വിമർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അടിമയാക്കി വച്ചിരിക്കുന്നെങ്കിലും എന്ന് പറയുന്നത് എത്രമാത്രം വളരെ എന്താ പറയുക, നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം അത് മുഴുവിപ്പിക്കട്ടെ. കണ്ടോ, അതായത് ഞാൻ എൻ്റെ ഭാര്യയെ അടിമയാക്കി വച്ചിട്ടുണ്ടെങ്കിലും അവരതിൽ ഹാപ്പി ആണെങ്കിൽ വാട്ട്സ് യുവർ പ്രോബ്ലം എന്നാ ചോദിക്കുന്നത്.
ഈ നമ്മുടെ ബഹുഭാര്യത്വം നമ്മുടെ നാട്ടിൽ ചിലയിടത്തെങ്കിലും കാണാറുണ്ട്. നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും ചില സ്ഥലങ്ങളിലൊക്കെ. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അതിനകത്തും ഈ ഒരാൾ കോർണർ ചെയ്യപ്പെട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വരുന്ന സാഹചര്യത്തിൽ അടുത്ത മറ്റൊരു പങ്കാളി കൂടെ വരുന്നതിനെയും കൂടെ കടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ചില ജീവിതങ്ങളിലെങ്കിലും ഇപ്പം പങ്കാളി അദ്ദേഹത്തിന് ചിലപ്പം ബഹുഭാര്യത്വം എന്നുള്ള താല്പര്യം ഉണ്ടാവാം. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും ഒന്നിലധികം വിവാഹം കഴിക്കാം. ചിലപ്പോൾ മതപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അവർക്ക് താല്പര്യം ഉണ്ടാകും. ഇത് കേട്ടാൽ വിചാരിക്കരുത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് ഇതുള്ളതെന്ന്. അല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മതത്തിനെ മാത്രം അടച്ചാക്ഷേപിക്കുന്ന ഒരു പരിപാടി ശരിയല്ല. ചില കുയുക്തിവാദികൾ ഈ ഒരു മതത്തിനെ മാത്രം, ഇപ്പം ഇസ്ലാം മതം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട മതം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിനെതിരെ മാത്രം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്നാൽ എല്ലാ മതങ്ങളുടെ അകത്തുള്ള പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയും വേണം. സോ നമ്മുടെ വിഷയം അതല്ല. എങ്കിലും ഈ ബഹുഭാര്യത്വം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ മാനസിക നിലയോട് ചിന്തിക്കുക. 2 ഭാര്യമാർ, അവർക്ക് എപ്പോഴും ഒരുമിച്ച് ഒരു പങ്കാളിയെ പങ്കിട്ടെടുക്കുക എന്നുള്ള കാര്യം. എന്നാൽ ഈ ഭാര്യമാർക്ക് അഥവാ അവർക്ക് വേറൊരു ഭർത്താവിനും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുമോ? അങ്ങനെ സമ്മതിക്കുമോ? ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇവർ അടിമയായിട്ട് ജീവിക്കുന്നെങ്കിലും അല്ലെങ്കിൽ അടിമയാണ് എന്നുള്ള സങ്കല്പം ഓക്കെ ആണെങ്കിലും അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്നാണ്. ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടതെല്ലാം സ്വർണ്ണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും കിടക്കാനുള്ള സംവിധാനങ്ങളാണെങ്കിലും അവർക്കുള്ള ലക്ഷറി ആണെങ്കിലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഞാൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിലും എന്താ പറയുക, അവർ സന്തോഷവതിയാണെങ്കിൽ എന്താ പ്രശ്നം? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ലെന്ന് കവി പാടിയിട്ടുണ്ട്. മനസ്സിലാക്കണം. അത് ഈ പറയുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടെഴുതിരിക്കുന്ന പത്നി അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നൊരു സംഭവം, ഭർത്താവ് എന്നുള്ള സംഭവത്തിന് ഭരിക്കപ്പെടേണ്ടവളും ഭരിക്കുന്നവനും എന്നുള്ള സാധനമാണ് ആ ഒരു വാക്കിൻ്റെയൊക്കെ ഏതാണ്ടൊരു രൂപം. അങ്ങനെ ഭരിക്കപ്പെടേണ്ടവളാണ് ഒരു സ്ത്രീ എന്നും ഭരിക്കേണ്ടവനാണ് ഭർത്താവെന്നും എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്ത് ഡോമിനേഷനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു പങ്കാളിയൊത്ത് ജീവിക്കുന്ന സമയത്ത് അവരല്ല തീരുമാനം എടുക്കുന്നത് ഞാൻ കുടുംബനാഥൻ ഞാൻ. ഇന്നത്തെ കാലഘട്ടം മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ജോലിക്ക് പോകുന്നു, കുട്ടികളെ വളർത്തുന്നു. അതിനുശേഷം എന്തെങ്കിലും തരത്തിൽ അപകടം ഭർത്താവിന് പറ്റിയല്ല ഭർത്താവിനെ നോക്കുന്നു, ആ കുട്ടികളെ നോക്കുന്നു, കുടുംബം നോക്കുന്നു. ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഭാര്യയും കുട്ടികളെയും എല്ലാം നോക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിനകത്ത് ഭാര്യയ്ക്കൊരു സ്പേസ് കൊടുക്കുകയും അവർക്ക് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ലൊരു ശതമാനം പുരുഷ വിഭാഗം ഇവിടെ ഉണ്ട്. എന്നാലും ഇന്നും ഈ 2025-ലും ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വന്ന വിവാഹാനന്തര സ്ത്രീകൾ അടിമകളാണെന്നും ആ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് തൻ്റെ കൂട്ടിൻ്റെ അകത്ത് അടച്ചിട്ടിട്ടുള്ള അടിമയാക്കി മാറ്റിയിട്ട് അവർക്കുള്ള എല്ലാ തരത്തിലുള്ള സമ്പത്തും മറ്റുള്ളതും മറിച്ചതും എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ ആ അടിമത്തത്തിലാണെങ്കിലും അവർ സന്തോഷവതിയല്ലേ എന്ന് പറയുന്ന എങ്കിൽ ഇത് അങ്ങേയറ്റം തൊലിക്കെട്ടി വേണം എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ബാക്കി കേൾക്കാം. ജന്മണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ, ഞങ്ങൾക്ക് 2 പേർക്കും ജന്മണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അത് അവരുടെ മുൻകാലങ്ങളിൽ അവർക്ക് ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അൺപ്രഡിക്റ്റബിൾ ആണ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത ചില ആൾക്കാർ, ശത്രുതാ മനോഭാവമുള്ള ആൾക്കാരായിരിക്കും പിൽക്കാലത്ത് ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ടും പാർട്ട്നേഴ്സായിട്ടൊക്കെ മാറുക. എൻ്റെ ലൈഫിനകത്ത് തന്നെ ഒത്തിരി ശത്രുക്കളെന്ന് ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കാരും പിൽക്കാലത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. ചില നല്ല സുഹൃത്തുക്കളും വളരെ അടുത്ത ബന്ധത്തിൽ സൂക്ഷിച്ച ആൾക്കാർ പിൽക്കാലത്ത് അത് നേരെ ശത്രുതയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോടും അവരോട് യോജിക്കുന്നു. വിജയ് മാധവൻ ചേരൂല. എന്താ, വിജയ് മാധവൻ എൻ്റെ പോലൊരു മെയിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് ഇങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ 3ാമത്തെ ദിവസം നീ വീട്ടിൽ വന്നിരിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ആരൊക്കെയോ ആ കുട്ടിയെ ഉപദേശിക്കുന്ന കാര്യമാണ് പറയുന്നത്. എനിവേ, ഞാനൊരു കാര്യം പറയാം. അവരവരുടെ ലൈഫിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നൊരു കാര്യത്തിനെ കുറിച്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഇദ്ദേഹം ഒരു മെയിൽ ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്, അഥവാ മെയിൽ ഡോമിനേഷൻ്റെ ആളാണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം കുറച്ച് മുമ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ. അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ്. എന്നെ അടിമയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്, പിന്നെന്താ പ്രശ്നം എന്നുള്ളതാണ്. ആദ്യം പരിചയപ്പെട്ടൊക്കെ 2012 നമ്മള് കണ്ടത് ആണ്. നമ്മൾ 2012 മീറ്റ് ചെയ്തത്. എനിവേ, ഇതാണ് ഇതിൻ്റെ ഒരു 2012 കണ്ടു. അദ്ദേഹത്തിൻ്റെ കുറച്ച് നാൾ ഇപ്പം സർജറി എന്ന് പറഞ്ഞ മറ്റേ എന്താ പറയുക, മറ്റേ ഇതുണ്ടല്ലോ, മുടിമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ, മറ്റേ ട്രാൻസ്പ്ലാന്റേഷൻ,
ആ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ വന്നു. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് പറ്റില്ല. സത്യത്തിൽ എന്താ പ്രശ്നം? സത്യത്തിൽ എന്താ പ്രശ്നം ഇതൊക്കെ കാണിക്കുന്നത്? ഓക്കെ, ടോക്സിക് ആണോ? മറ്റേ സൈക്കോഷമിയുടെ വേറൊരു ക്യാരക്ടറായിട്ട് വരും. ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇതൊക്കെ അതെ. അപ്പൊ വിമർശിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. വിമർശനത്തിന്റെ അകത്ത് അവർ പൊതുവായിട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള എതിർപ്പ് ഞാൻ പറഞ്ഞുവെങ്കിലും അവരുടെ ആ ഒരു ചിരിയിലും കളിയിലും സംസാരത്തിൻ്റെ അകത്തും പരമാവധി അവർക്ക് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവിടെ കാണുന്നു. സത്യമാണെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. കാരണം ഈ ഭരിക്കാൻ നിങ്ങൾ വരൂ, ഞാൻ ഭരിക്കപ്പെടാൻ റെഡിയാണെന്ന് പറയുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട് കേട്ടോ. ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കുക, ഭർത്താവിൻ്റെ ഇതായിട്ടൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുക. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം രാത്രി കിടന്നുറങ്ങുമ്പോൾ കണ്ണ് തൊട്ട് വയ്ക്കുക, അദ്ദേഹം രാവിലെ എണീച്ചിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണി തൊട്ട് വയ്ക്കുക, അദ്ദേഹത്തിന് ഉടുപ്പിട്ട് ഉടുപ്പിക്കുക, അദ്ദേഹത്തിന് ഇത് വെച്ച് കൊടുക്കുക, അദ്ദേഹമാണ് ജീവിതം എന്ന് ചിന്തിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള സങ്കല്പത്തിലുള്ള നല്ല കുലീനമായിട്ടുള്ള കുലസ്ത്രീ പരിവേഷമുള്ള ആൾക്കാരും സമൂഹത്തിലുണ്ട്. അത്രയും ഒരു കോൺഫിഡൻസും അത്രമാത്രം ഒരു സാധനങ്ങളൊക്കെ ആ ഡോക്ടറും ആ ഹോസ്പിറ്റലും ക്ലിനിക്കും ഒക്കെ തന്നു. രാത്രി 3 മണിയായാലും 4 മണിയായാലും ആത്മജ ഉറങ്ങില്ല, കരച്ചില്, വാശി, ഇതൊക്കെ കൂടി. അപ്പം നമ്മളുടെ 3 പേരുടെ ഇടയിൽ ഒരാൾ വന്നത് ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിവേ ഇത് നോക്കാം. ഓക്കെ, അപ്പം ഇത് വളരെ സന്തോഷകരമായിട്ട് തന്നെ പോട്ടെ. ഞാനിപ്പോഴും പറയുന്നു, വിജയ് മാധവനോടും പുള്ളിക്കാരിയോടും പറയുന്നു, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകും. പക്ഷേ നിങ്ങൾ പബ്ലിക്കിലേക്ക് പൊതുവായി കൊടുക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. കാരണം അത് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറേ അധികം ആൾക്കാരും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. എല്ലാവരും വെറുക്കുന്നവരൊന്നും അല്ല. നിങ്ങളുടെ ചില സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള എതിർപ്പുകൾ മാത്രമേ നമുക്കടക്കമുള്ളൂ. ഒരിക്കലും നിങ്ങളോട് വെറുപ്പില്ല. ഒരു ശതമാനം, ഒരു തരി പോലും വെറുപ്പില്ല. എന്തിനാണ് വെറുപ്പ്? അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിക്കിലേക്ക് വരുമ്പോൾ നിങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാർ അത് ചിലപ്പോൾ അവരുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഭരിക്കപ്പെടാം ഒരു ഭർത്താവിനാൽ എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്ന സ്ത്രീയും, ഓക്കെ സ്ത്രീയെ നമുക്ക് ഭരിച്ചാൽ അവൾ വളരെ സന്തോഷവതിയാകും എന്ന് തീരുമാനിക്കപ്പെടുന്ന ഈ പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ അവർക്ക് കൊടുക്കുന്ന ദിശാബോധം തെറ്റായതാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നത് മാത്രമാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ വൈബ് മനസ്സിലായില്ല. പിന്നെ അവർ ഹാപ്പി ആണെങ്കിൽ മറ്റുള്ളവർ എന്താ അഭിപ്രായം പറഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആൾക്കാർ അങ്ങനെ ഒന്ന് ഒപ്പീനിയൻ പറയുന്നെങ്കിൽ അത്ര പ്രോഗ്രസീവായി നമ്മുടെ സമൂഹം എന്ന് ആലോചിക്കാൻ നോക്കൂ. ടോക്സിക് കണ്ട നല്ലൊരു കമൻറ്റ്. ടോക്സിക് ആൻഡ് നാർസിസിസ്റ്റിക് പോലെ ഉള്ള ടീംസ് പണ്ട് ഇത്രയും ആളുകൾ അവരെ ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഡസ് എക്സിസ്റ്റ് എങ്കിലും ആൾക്കറിയാമെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സമൂഹം പറയുന്നത് ശരിയാണെന്നും പറയുന്നു. സഹോ, നിങ്ങൾ രണ്ടുപേരും വിമർശിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവരാ ഞങ്ങളാരും. എന്തുകൊണ്ട് നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നു വെച്ചാൽ നിരന്തരം ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ, യെസ് ഹിയർ ഇറ്റ് ഈസ്, നിരന്തരം ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുക, അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക, അതിലുപരി ഞാനെന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ച് സാധാരണ മനുഷ്യരിൽ നിന്നും വിഭിന്നമായ രീതിയിൽ പെരുമാറുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായും വിമർശനം കേൾക്കേണ്ടി വരും. റൈറ്റ്. മലയാളികൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പ്രതികരിക്കും. അത് കേട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഒരു വീഡിയോയിൽ ഒരു കന്യകയായ പെണ്ണിന് സൂര്യനിൽ നിന്ന് ഗർഭമുണ്ടാക്കാൻ പറ്റുമെന്നും അത് ഞാൻ തെളിയിക്കുമെന്നൊക്കെ വെല്ലുവിളിക്കുന്നത് കണ്ടു. ഇദ്ദേഹം പറഞ്ഞോ? എടാ എന്തുവാടേ ഇത്? ഇങ്ങനെയൊക്കെ പറയുന്നവരെ സഹിക്കുമോ? അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സഹിക്കുകയോ എന്തോ പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഈ കന്യകയായിട്ടുള്ള സ്ത്രീകൾ മാത്രമേ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ. പുരുഷന്മാരും വേലടിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളെങ്ങാനും ഒക്കെ ആവുമോ? സൂര്യനിൽ നിന്ന് കന്യകയായ പെൺകുട്ടികൾക്ക് ഗർഭമുണ്ടാകുമെന്ന് അത് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ ഇയാളെ സൈക്കോ എന്നല്ലാതെ തലയ്ക്ക് വെളിവുള്ളവർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതൊക്കെ നടന്നോ? സൂര്യനിൽ നിന്ന് കന്യകയായ പെൺകുട്ടി ഗർഭം ഉണ്ടാവുന്നോ? എൻ്റെ പൊന്നു വിജയ് മാധവേ, എനിക്ക് വയ്യ. ഗുഡ് ഡിസിഷൻ വിജയ് മാധവ് ടു സെലക്ട് ലണ്ടൻ ഈസ്റ്റ്. ഓക്കെ, എന്തോ ഇങ്ങനെയൊക്കെ പേര് വെച്ചാൽ ആളുകൾ ഇതിൽ കൂടുതൽ കളിയാക്കും. നിങ്ങളല്ല ആ കുഞ്ഞു മക്കളെ. പുള്ളി സ്റ്റിൽ ഇൻ 1980s അച്ഛൻ ടൈപ്പാണ്. ഓക്കെ, ദേവിക കുഞ്ഞുങ്ങൾ ആര് പറഞ്ഞെന്നാ പറയണേ? കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് ആ പേര് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആണ് ഓരോരുത്തർ പറഞ്ഞത്. സീരിയസ്ലി ഇവരിപ്പോഴും ചിന്തിക്കുന്നത് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ആ കുട്ടികൾ ബുള്ളിങ് അനുഭവിക്കേണ്ടി വരും ചില പേരുകൾ കാരണം. അപ്പോൾ ആ പേരുകൾ ഇട്ടുകൊടുത്ത് ആ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ ബുള്ളിങ് ഉണ്ടായാലും അവരതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. അവരുടെ പാരൻറ്റിങ്ങിൻ്റെ അകത്ത് ഇതൊക്കെയാണ് സംഭവം. സ്ട്രക്ചറലായിട്ട് അവർ കാണുന്ന ചില അധികം ഡിവൈനിറ്റി, സ്പിരിച്വാലിറ്റി, പിന്നെ ഈ പറഞ്ഞ കുറച്ചധികം നാർസിസിസ്റ്റിക് മെൻറ്റാലിറ്റിയോടുള്ള ചില സമീപനങ്ങൾ, പിന്നെ അടിമയായി നിൽക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അടിമയാണെങ്കിൽ അവൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നാർസിസിസ്റ്റുകളെ നമുക്ക് ഒരു കാര്യവും ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം അവർ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും.
ആണോ ആണോ എന്താ എന്താ മോളെ പ്രശ്നം പൊക്കോണം അവിടെ നിന്ന്. മനസ്സിലായില്ല, ആരാണെന്ന് മനസ്സിലായല്ലോ. സോ ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ്. 2025 ജീവിക്കാൻ ശ്രമിക്കൂ. പിന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ലൈഫ് വളരെ നൈമിഷികമാണ്, ഒരു ചെറിയ ചെറിയ നീർക്കുമിള പോലെ മാത്രമാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ബഹുമാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അനുവദിക്കുകയും കൂടെ ചെയ്യണം. കുറേ കാലത്തിന് മുമ്പൊന്നും ഈ ചിന്ത എൻ്റെ തലച്ചോറിൻ്റെ അകത്തും ഇല്ലാത്തതായിരുന്നു. പിന്നീട് പല കാലം മാറി വരുന്നതോറും നമ്മൾ മാറണ്ടേ? ആ മാറ്റം, ആ എവല്യൂഷൻ, ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ മാറി മാറി വരുന്നതാണ്. പലരും പറയുന്നുണ്ട് ഇതെന്തുവായി ബ്ലാ 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 ബ്ലാ. ഓക്കെ, കൊണയടിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരോടാണ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോടാണ്. ഞാൻ അവരോടാണ് പറയുന്നത്. എങ്ങാനും നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, ഞാനത് കുറയ്ക്കാം. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാനത് കുറയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. ബൈ.